നാടൻ വിഭവങ്ങളും നാടൻ രുചിയുമായി തുളസി ആൻഡ് പൂജ. തുളസി പൂജ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മുളക്കാമ്പ് കറിയാക്കുന്ന എങ്ങനെയാണെന്നാണ്. ഇത് മുളയുടെ ചെറിയ കാമ്പ്, അതായത് കൂമ്പിന് മുറിച്ചോണ്ട് വന്നതാണ്. ഇതിനെ ഇങ്ങനെ നമ്മൾ റൗണ്ടാക്കി എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ തോല് കളയണം. ആദ്യം ഇതിവിടെ കുറച്ച് മൂത്തതാണ്, അതിനെ ഇങ്ങനെ മുറിച്ച് കളയണം. അത് മൂത്തതിനെ ശരിയില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിന്റെ ഇങ്ങനെ ഇങ്ങനെ ഓരോ റൗണ്ടായിട്ട് ഇതിനെ ഇങ്ങനെ കത്തിയിൽ മുറിച്ചെടുക്കണം. വേണ്ട, ഇതിങ്ങനെ മുറിച്ച് എടുത്ത് കളയണം. ഈ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ണ ഒരു സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് ഈ മുളയുടെ കൂമ്പ് കറിയാക്കുക എന്നത്. ഇതിനെ നമ്മളിങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ട് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു കറിയാണ്. പിന്നെ ഇതിൽ വൈറ്റമിൻസും ഉണ്ട്, നല്ല വൈറ്റമിൻസുകളും ഒക്കെ അടങ്ങിയതാണ്. പക്ഷേ ഇതിനെ നമ്മൾ മുറിച്ചൊരു 3 ദിവസം വെള്ളത്തിലിടണം. അതായത് ഇന്ന് നമ്മൾ ഇതിനെ മുറിച്ചിട്ട് എടുത്ത് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നാളെ അതിനെ വീണ്ടും എടുത്ത് വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ ഊറ്റി കളഞ്ഞ് വീണ്ടും വെള്ളം ഒഴിച്ചിടും. അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേന്ന് 3-ാമത്തെ ദിവസമാണ് നമ്മൾ ഇതിനെ എടുത്ത് ആ വെള്ളത്തോടും ഒപ്പം തന്നെ എടുത്ത് കറിയാക്കും. അപ്പോഴത്തേക്ക് ഇതിന് ചെറിയൊരു പുളിയെല്ലാം വന്നിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും. ഇപ്പൊ എന്താ, ഇതിനെ ഞാൻ ഇങ്ങനെ മുറിച്ച് നല്ല സ്റ്റൈലിൽ എടുത്തിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ എന്താക്കണമെന്ന് ചോദിച്ചാല് ചെറുങ്ങനെ ഒന്ന് നമ്മള് ചെറുങ്ങനെ കുനുകുനാന്ന് അരിയണം. ഇങ്ങനെ ഇത് കണ്ടോ, ഈ സ്റ്റൈലിൽ ഇങ്ങനെ ഇങ്ങനെ കത്തിയിൽ ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞ് നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതിനെ നമ്മൾ എന്താക്കണോ, ഇനി ഒരു 3 ദിവസത്തേക്ക് വെള്ളത്തിലിട്ട് വെക്കും. ആ 3 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ ഒന്ന് വാരി, നാളെ ഇതിനെ കഴുകി വാരി ഊറ്റി വെക്കും. നാളെ ഒരു വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാളെ ഇത് കറി വെക്കാനാവും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതിനെ കറിയാക്കുമ്പോൾ വീണ്ടും കാണിച്ചു തരാം. ഇത് നല്ലൊരു പോഷക കറികൾ തന്നെയാണ്. ഇത് കണ്ട, ഇത് നിറയലാക്കിയാല് ദോശയുടെ കൂടെ റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്, അടിപൊളി കറിയാണ്. ഇതൊക്കെ കറിയാക്കി ലേശം തേങ്ങയൊക്കെ അരച്ച് ജീരകവും തേങ്ങയും പച്ചമുളകെല്ലാം കൂട്ടി അരച്ചിട്ട് ഇതിനെ കറിയാക്കിയാൽ നല്ല ചോറെല്ലാം വെച്ചാൽ എത്ര ചോറ് തിന്നാമെന്നറിയോ, നല്ല അടിപൊളിയായിരിക്കും. ഓക്കെ, ഇതിനെ നല്ലോണം എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞെല്ലാം എടുത്തിട്ട് ഇതിന് അച്ചാറിടാനും നല്ല രസമാണ്. ഇതൊരു 3 ദിവസം കഴിഞ്ഞിട്ട് വേണം ഒന്ന് അച്ചാറൊക്കെ ആക്കാൻ. അച്ചാറെല്ലാം ഇട്ടാലും നല്ല കുറേ നാളത്തേക്ക് ഇതിരിക്കും. ഇതിനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ ഈ മുളയുടെ കാമ്പ് ഇങ്ങനെ നല്ല എന്താ പറയാ, ക്യാബേജൊക്കെ നമ്മൾ വറവാക്കി കൂട്ടുകയല്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിലും മേലെ ആണ് ഇത് ആക്കി 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വേറൊരു ഭാഗം കാണിച്ചു തരാം. ഇപ്പൊ ഇത്രയുമായി ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം തുളസി ആൻഡ് പൂജ. ബൈ ബൈ.